സൗദിയിൽ ജയിലിലായിരുന്ന അബ്ദുൾ റഹീം മോചിതനാകുന്നു. എക്സിറ്റ് വിസ ലഭിച്ചതായി നിയമസഹായ സമിതി അറിയിച്ചു. ഇമിഗ്രേഷൻ രേഖകൾ കൂടി പൂർത്തിയായാൽ നാട്ടിലേക്ക് തിരിക്കാനാകും. എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, എത്രയും വേഗത്തിൽ തന്നെ റഹീമിനെ എത്തിക്കാനുള്ള നടപടികളിലേക്ക് തന്നെയാണല്ലോ നീങ്ങുന്നത്. ഈ ഇമിഗ്രേഷൻ കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കണമല്ലോ. അത് വൈകുകയാണെങ്കിൽ പെരുന്നാൾ കഴിയും അല്ലേ, അല്ലെങ്കിൽ അതിന് മുന്നേ എത്തിക്കാനുള്ള സാധ്യത ഉണ്ടാവും? ഹരി, തീർച്ചയായും ഈ റഹീമിന്റെ കുടുംബം ഏറെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ വളരെ ആവേശത്തോടുകൂടി കാത്തിരുന്ന ഒരു നിമിഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ ദിയാദനം നൽകിയതിനു ശേഷവും പിന്നീട് പൊതു നിയമപ്രകാരമുള്ള ശിക്ഷാ കാലാവധി അനുവദിക്കണമെന്ന ഉത്തരവായിരുന്നു കോടതി പുറപ്പെടുവിച്ചത്. ഇതുപ്രകാരം 20 വർഷത്തെ കാലാവധി കഴിഞ്ഞ ആഴ്ച അവസാനിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഈ പെരുന്നാൾ അവധി പ്രമാണിച്ച് പല ഓഫീസുകളും അവധിയായ സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു താമസം നേരിട്ടത്. ഇതിനുശേഷമാണ് ഇപ്പോൾ ജയിലിലെ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കി എന്നുള്ള അറിയിപ്പ് നിയമസഹായ സമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിനുശേഷം ഇനി എക്സിറ്റ് വിസ അടിക്കുന്ന നടപടിക്രമങ്ങളാണ് കൈക്കൊള്ളേണ്ടത്. നേരത്തെ തന്നെ ഇക്കാര്യം അധികൃതർ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ചും സാധാരണഗതിയിൽ ആ രാജ്യത്ത് ഒരു തടവ് ശിക്ഷ അനുഭവിച്ച ശേഷം ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്താക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വിമാനത്താവളത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഡീപ്പോർട്ടിംഗ് സെന്ററുകളിൽ താമസിച്ച ശേഷം പുറത്തേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ ഉള്ളത്. ഇതിപ്പോൾ ഈ അവധി ആയതിനാലാണ് കാര്യങ്ങൾ ഇത്രയും അധികം താമസിച്ചത്. ഇനിയിപ്പോൾ എക്സിറ്റ് വിസ ലഭിക്കേണ്ട ഒരു നടപടിക്രമം മാത്രമാണുള്ളത്. അത് കഴിഞ്ഞാൽ റഹീമുമായി വിമാനത്തിൽ നിയമസഹായ സമിതിയിലെ ആളുകളൊക്കെ ഉൾപ്പെടെയുള്ളവർ കേരളത്തിലേക്ക് പോരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടിക്കറ്റ് എടുക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ വളരെ വേഗം പൂർത്തിയാവും. നേരത്തെ തന്നെ സമാനതകളില്ലാത്ത തരത്തിലുള്ള ഒരു സഹകരണം കേരള ജനതയുടെ ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. 34 കോടി രൂപയാണ് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നതിനായി സ്വരൂപിച്ച ധനം. അതിൽ നിന്ന് പോലും ഇനിയും 11 കോടിയോളം രൂപ അവശേഷിക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ അറിയിച്ചത്. ആ പണത്തിലൊക്കെ എന്ത് ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ റഹീം നാട്ടിലെത്തിയ ശേഷം തീരുമാനം എടുക്കുമെന്നും അറിയിച്ചിരുന്നു. എന്തായാലും വലിയ ഒരു കാലയളവ് ജയിലിൽ കഴിയേണ്ടി വന്ന ഒരാൾക്കാണ് മോചനം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ റഹീമിന്റെ സ്പോൺസറുടെ മകന്റെ മരണത്തിന് അവിചാരിതമായി കാരണക്കാരൻ ആയി എന്ന ഒരു കുറ്റത്തിനാണ് റഹീമിനെ വധശിക്ഷയ്ക്ക് സൗദി കോടതി വിധിച്ചത്. പിന്നീട് വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ മാസങ്ങളോളം കഴിയുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വർഷങ്ങളായി നടത്തുകയും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം വിജയം കാണുകയും അദ്ദേഹത്തിന് നൽകാനുള്ള ദിയാദനം സ്വരൂപിക്കുകയും അത് സൗദി കുടുംബം അംഗീകരിച്ച് പണം സ്വീകരിച്ച് ഈ വധശിക്ഷ ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും നമ്മൾ ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ മോചനം, അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ് വൈകാതെ ഉണ്ടാവും. 2006 ഡിസംബർ 24 റഹീം ജയിലിലാകുന്നത്. അതിനുശേഷം ഉള്ളതെല്ലാം കേരള സമൂഹത്തിന് അറിയാവുന്നതാണ്. കഴിഞ്ഞ വർഷമാണ് ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷം റഹീം തിരിച്ച് എത്തുകയാണ്. ശിക്ഷാവിധി കഴിഞ്ഞിട്ട് എത്രയും വേഗം തന്നെ റഹീം എത്തും. കാത്തിരിക്കുന്ന ഉമ്മയും കുടുംബത്തിനും പെരുന്നാളിന് മുമ്പ് കിട്ടുന്ന ഏറ്റവും സന്തോഷകരമായ വാർത്ത അത് തന്നെയാണ് എന്നുള്ളത് പറയേണ്ടി വരും. അനീഷ, അതാണ് പെരുന്നാളിന് മുന്നേ തന്നെ ഈ ഒരു കാര്യം കേൾക്കുന്നു. അത് കുടുംബത്തിനുണ്ടാക്കുന്ന ആശ്വാസം, എത്രയോ വർഷത്തെ കാത്തിരിപ്പ്. തീർച്ചയായും പെരുന്നാളിന് മുമ്പ് ആ കുടുംബത്തിന് വലിയ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്കൊക്കെ വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. നേരത്തെ തന്നെ ഈ കുടുംബമൊക്കെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. കാരണം ഈ മോചനത്തിന്റെ കാലാവധി കഴിഞ്ഞാൽ പോലും ഒരു പക്ഷേ ഈ പെരുന്നാൾ അവധി വരുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് 21 മുതൽ 26 വരെയൊക്കെയുള്ള ഒരു തീയതി ആവും ഒരു പക്ഷേ അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ. ജയിലിൽ നിന്നുള്ള ഒരു വിടുതലിന് വേണ്ടി അത്രയും ദിവസമാകും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതേതാണ്ട് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുകയാണ്. മറ്റ് ആശങ്കകളോ ആകാംക്ഷകളോ ഒന്നും ഇക്കാര്യത്തിൽ ആവേണ്ടതില്ല. കാരണം ഇത്രയധികം നാൾ അവിടെ ജയിലിൽ കഴിഞ്ഞ ഒരാളാണ്. 1-2 ദിവസം അല്ലെങ്കിൽ 5-6 ദിവസങ്ങൾ കൂടി മാത്രം ജയിലിൽ കഴിയേണ്ടത്. അതായത് കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷവും അല്ലെങ്കിൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞ ശേഷവും അത്രയും ദിവസം മാത്രം അവിടെ തങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമേ ഉണ്ടാവുള്ളൂ എന്ന് ആ കുടുംബം അറിയിച്ചിരുന്നു. എന്തായാലും അത് പ്രകാരം ഇപ്പോൾ ജയിലിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നതിന് എക്സിറ്റ് വിസ എന്ന അവസാന കടമ്പ മാത്രമാണുള്ളത്. അതിന് മറ്റു സാങ്കേതിക തടസ്സങ്ങൾ ഒന്നുമില്ല. കാരണം അവിടെ നിന്നും ജയിൽ മോചിതനായ ആളാണ്. അദ്ദേഹത്തിന് എക്സിറ്റ് വിസ അടിച്ചാൽ എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സൗദിയിൽ പൂർത്തിയായിട്ടുമുണ്ട്. വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ റഹീമിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള വഴികളിലേക്കാണ് നീങ്ങുന്നത്. എന്തായാലും സൗദി ജയിലിൽ നിന്ന് മോചിതനായിരിക്കുന്നു അബ്ദുൾ റഹീം. കാത്തിരിപ്പാണ്, കേരള സമൂഹത്തിൻ്റെ കാത്തിരിപ്പ് തന്നെയായിരുന്നു. റഹീമിൻ്റെ ഈ ഒരു മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അത് എത്രയും വേഗം തന്നെ ഉണ്ടാകും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. മോചന ഉത്തരവിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി
എപ്പോഴായിരിക്കും റഹീം അവിടെ നിന്ന് തിരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തതയാണ് ലഭിക്കാനുള്ളത്. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.